ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മോൻസി. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പാസ്ത വിത്ത് ചീസ് സോസ് ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നമുക്ക് മാക്രോണി പാസ്ത ചീസ് സോസിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 500 ml പാല്, ഒരു 100 ml ക്രീം രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ബോയിൽ ചെയ്യാം. അതിൽ നമുക്ക് അല്പം സ്ലൈസ് ഒനിയൻ ഇട്ട് കൊടുക്കാം, ഒരു 5-6 ബേ ലീവ്സ് വഷ്ണയിൽ ഇട്ട് കൊടുക്കാം, ഒരു 5-6 ക്ലോവ്സ് ഇതിട്ട് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. സ്ട്രെയിൻ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ തിളയ്ക്കാനായിട്ട് തന്നെ വെക്കണം. അത് നന്നായിട്ട് തിളച്ചിരിക്കട്ടെ. പിന്നെ 50 ഗ്രാം ഫ്ലവർ, 50 ഗ്രാം ബട്ടറിൽ നമ്മൾ റൂ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മുടെ റൂ നന്നായിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ബട്ട് ആ മെൽറ്റഡ് ബട്ടറിൽ ഇട്ടാൽ മാത്രമേ അത് കുക്കാവുള്ളൂ, ശരിക്കും കുക്കാവുള്ളൂ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ആ സ്ട്രെയിൻ ചെയ്ത പാല് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബാക്കിയുള്ള പാലും നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഇപ്പം സോസ് നന്നായിട്ടായിട്ടുണ്ട്. ഈ ബട്ടർ സോൾട്ടഡ് ആയതുകൊണ്ട്, സോൾട്ടഡ് ബട്ടറാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് സോൾട്ട് ആയിരിക്കും. അപ്പം അല്പം പോരാതെ വരുവാണെങ്കിൽ അല്പം സോൾട്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്തതിന് ശേഷം അല്പം സോൾട്ട് പോരാതെ വരികയാണെങ്കിൽ നമ്മൾ ആ സോൾട്ട് അല്പം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ആ സോൾട്ട് അല്പം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് സോൾട്ടാണ്. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം, സോസ് കറക്റ്റ് ആണോ എന്ന്. അതെ, ആ സോസ് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് ഹാർഡ് ആകാൻ പാടില്ല, ലൂസ് ആകാൻ പാടില്ല. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ആ സോസിൻ്റെ. അപ്പോൾ അത് നമുക്കൊരു പാനിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന മാക്രോണി പാസ്ത, ഓൾറെഡി കുക്ക് ചെയ്ത് നമ്മൾ പാസ്ത വെച്ചിട്ടുണ്ട്, ആ പാസ്ത അതിനകത്തേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അതിനകത്ത് അല്പം ചെദാർ ചീസ് കൂടി മിക്സ് ചെയ്യുമ്പം നമ്മുടെ ചീസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാസ്ത ബോളിലേക്ക് മാറ്റാം. നമുക്ക് ഒരു പാസ്ത ബോളിലേക്ക് അത് സെർവിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് അല്പം പാർമേസൻ ചീസ് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വെതറി കൊടുക്കാം. അല്പം പാഴ്സലിയും പാർമേസൻ ചീസും കൂടെ ഗാർണിഷ് ആകുമ്പം നമ്മുടെ പാസ്ത റെഡിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു നല്ല വീഡിയോയോടുകൂടി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.